ഒരുപാട് നേരമായി വന്നിട്ട്. ഒരു 10 മിനിറ്റായി വന്നിട്ട്. പക്ഷെ ഞങ്ങൾ ഇത്ര തിരക്കുണ്ടെന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ ഭയങ്കര തിരക്ക് വന്നു. എല്ലാവരും വീട്ടിലത്തെ വർക്ക് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടാണ്. വീട്ടിൽ പണിയൊക്കെ ഒതുക്കി അങ്ങനെ വന്നു. വീട്ടിലത്തെ പണിയൊക്കെ ഒതുങ്ങി വരുമ്പോഴേക്കും ഇവിടെ ഭയങ്കര തിരക്ക് വന്നു. എങ്ങനെ കാണുന്നു ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിന്? എങ്ങനെയാണ് അറിയില്ല, തീരുമാനമൊന്നും ഞങ്ങൾക്കറിയില്ല. ആർക്കെങ്കിലും ഒരാൾ ജയിക്കുന്നു വരും. നല്ല വാശിയേറിയ പോരാട്ടമാണ്. വാശിയേറിയ പോരാട്ടം തന്നെയല്ലേ എല്ലാവരും ചെയ്യുന്നത്. ആരെങ്കിലും ഒരാളല്ലേ വരില്ല, എല്ലാവരും വരില്ലല്ലോ. ആരെങ്കിലും ഒരാൾ വിജയിക്കട്ടെ. എങ്ങനെയുണ്ട് ചേച്ചി ഇത്തവണത്തെ ഈ ഒരു പാലക്കാട്ടെ പോരാട്ടം? കുഴപ്പമില്ല, നമുക്കൊന്നും അറിയില്ല. വലിയ വാശിയേറിയ പോരാട്ടമാണ്. ഏതായാലും സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ധാരാളം യുവാക്കളെ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് നേരമായി വന്നിട്ട്. ഇല്ല, ഞാൻ തപ്പത്തിയാണ്. എങ്ങനെയാണ് പാലക്കാട് ഇത്തവണത്തെ ഒരു പോരാട്ടം എങ്ങനെയാണ്? പാലക്കാട് BJP ജയിക്കും, കൃഷ്ണകുമാരേട്ടൻ ജയിക്കും. എന്തുകൊണ്ടാണ് കൃഷ്ണകുമാർ ജയിക്കണം പറയുന്നത്? പാലക്കാട്ടുകാരൻ തന്നെ പാലക്കാട്ടുകാരൻ തന്നെ. വികസനം ഒന്നെങ്കിൽ നടക്കണമെങ്കിൽ ഈ മുനമ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ചെറുതായും പ്രതിഫലിക്കും, ചെറുതായും പ്രതിഫലിക്കും. ആശുപത്രിയിൽ നിന്ന് വന്നതാണ്. കയ്യിലൊരു പുസ്തകം കാണുന്നുണ്ടല്ലോ. ആ കയ്യിൽ പനിയായിട്ട് ഒരു 4 ദിവസത്തേക്ക് ഇഞ്ചക്ഷൻ എടുക്കാണ്ടായിരുന്നു. അപ്പം വോട്ട് രേഖപ്പെടുത്താൻ ഞാൻ വോട്ട് മുടക്കരുതെന്നുള്ള നിലയ്ക്ക് വന്നതാണ്. എങ്ങനെയാണ് പാലക്കാട്ടെ ഒരു പോരാട്ടത്തെ എങ്ങനെയാണ്? പോരാട്ടത്തിൽ നല്ല രീതിയിൽ തന്നെയാണുള്ള പോരാട്ടം തന്നെയാണ്. എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഈ മുനമ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാണ്. അത് പൊതുവെ അതൊരു ചെറിയൊരു ചർച്ച ഉണ്ട്, അതുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുതന്നെയാണ്. യുവാക്കളൊക്കെ ഇത്തവണ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്? കൊള്ളാം, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും ടൈറ്റ് കോമ്പറ്റീഷനാണ്, അങ്ങനെയും പറയാം. അതുതന്നെയാണ്. കുറേ നേരമായി ചേട്ടാ നിൽക്കാൻ വേണ്ടി? ഇല്ല, ഞാനിപ്പോൾ വന്നോളൂ, ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. എത്രത്തോളം ആവേശകരമാണ് പാലക്കാട്ടെ പോരാട്ടം? പാലക്കാട് പോരാട്ടം ആവേശത്തിൽ തന്നെയാണ്, അത് ഉള്ളത് തന്നെയാണ്. ആർക്കാണ് സാധ്യത എന്ന് വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണ് ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ? എന്താണ് തെരഞ്ഞെടുപ്പിൽ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയിരുത്തി വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്ഥാനാർത്ഥികളെ നമ്മൾ മൊത്തം വിലയിരുത്തി നോക്കി അതിലൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക, അതാണ് എൻ്റെ അഭിപ്രായം. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ്. ഇദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ വോട്ടൊക്കെയാണ് ഏറ്റവും നിർണായകം. സ്ഥാനാർത്ഥികളെ കൃത്യമായി വിലയിരുത്തി അവരുടെ പ്രവർത്തനമൊക്കെ വിലയിരുത്തി വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തി തന്നെയായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ്? വലിയ ആവേശകരമായ പോരാട്ടമാണ്. വന്നതല്ലേ, വരുത്തി വെച്ച തെരഞ്ഞെടുപ്പാണ് തോന്നുന്നുണ്ടോ? യുവാക്കൾക്കൊക്കെ എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് എത്രത്തോളം ഒരു ഇതാണ്, ഒരു വരുത്തി വെച്ച തെരഞ്ഞെടുപ്പാണ് തോന്നുന്നുണ്ടോ? അല്ല, എന്തായാലും പുതിയൊരു മാറ്റം ജനങ്ങളുടെ പ്രതീക്ഷയല്ലേ, അതിന് നല്ലൊരു മറുപടി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു.